വെൽക്കം റഹ്മാനാണ് ബയോകെമിസ്ട്രി വൈറ്റമിൻ സീരീസിൽ ഈ വീഡിയോ വൈറ്റമിൻ എ കുറിച്ചിട്ടാണ്. വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ് എന്നതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. വൈറ്റമിൻ എ മാത്രമല്ല, എ ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, കെ. ഓൾ ദീസ് വൈറ്റമിൻസ് ഇതെല്ലാം ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ്. ആൻഡ് വൈറ്റമിൻ എ ദിസ് വൺ ഓഫ് ദ മോസ്റ്റ് എസെൻഷ്യൽ ന്യൂട്രിയന്റ് ഓർ വൈറ്റമിൻ ഫോർ അനിമൽസ്. സോ മോസ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഒറ്റ ഒരു സിംഗിൾ കോമ്പൗണ്ട് അല്ല എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. നമുക്കൊരു നാല് തരം കെമിക്കൽസിനെ വൈറ്റമിൻ എയിൽ പെടുത്താം. എല്ലാ കോമ്പൗണ്ടിനും ഒരു കോമൺ ആയിട്ടുള്ള ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ബീറ്റ അയനോൺ റിങ് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ബീറ്റ അയനോൺ റിങ് ഞാനൊന്ന് വരച്ചു കഴിഞ്ഞാൽ ഒരു 6 മെമ്പർ റിങ് ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുക, 6 മെമ്പർ റിങ്, എന്നിട്ട് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരയ്ക്കുക, എന്നിട്ട് ഇവിടെ ഒരു CH3 ഇടുക, ദെൻ ഇവിടെയും ഒരു CH3 അങ്ങോട്ട് കൊടുത്താൽ എന്തായി? ഇതാണ് ബീറ്റ അയനോൺ റിങ്. ആൻഡ് ഇതിൽ ഒരു അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്ന ഡബിൾ ബോണ്ട് ഉള്ള ഐസോപ്രണോയിഡ് സൈഡ് ചെയിൻ എല്ലാം ട്രാൻസ് ആയിട്ടുള്ളതാണ്. പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുക, പിന്നെ ഒരു 4V 1 2 3 4 4V അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഓക്കെ. എന്നിട്ട് ഇവിടെയും ഡബിൾ ബോണ്ട് ഇട്ടാൽ അൺസാച്ചുറേറ്റഡ് ആയി. എന്നിട്ട് ഇവിടെ ഒരു CH2OH ആണ്, അപ്പൊ ആൽക്കഹോൾ ആണ്. ഇപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുടെ പേരാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് റെറ്റിനോൾ ബിക്കോസ് ദിസ് ഈസ് ആൽക്കഹോൾ. ഇത് റെറ്റിനോൾ ആയിട്ടില്ല, 2 CH3 കൂടിയുണ്ട്, ഞാൻ വിട്ടുപോയതാണ്. ഇവിടെ ഒരു CH3, ഇവിടെയും. സോ ഇവിടെ CH3 എന്ന് എഴുതാം, ഇവിടെയും ഒരു CH3 കൂടി ഇട്ടാൽ കിട്ടുന്നതാണ് നമ്മുടെ റെറ്റിനോൾ എന്ന് പറയുന്നത്. സോ റെറ്റിനോൾ എന്നാണ് പറഞ്ഞത്. റെറ്റിനോൾ ഒരു ആൽക്കഹോൾ ആണ്. സോ ഇതാണ് ഫസ്റ്റ് കോമ്പൗണ്ട് ഓഫ് വൈറ്റമിൻ എ. 4 കോമ്പൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തേത് ഇതാണ്, റെറ്റിനോൾ ആണ് ആദ്യത്തേത്. ആൻഡ് ഇവയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആൻഡ് ദിസ് ഈസ് ഫ്രം ഫുഡ്. ഏത് സോഴ്സ് ആണെന്ന് ചോദിച്ചാൽ അനിമൽ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് റെറ്റിനോൾ. സോ ഫസ്റ്റ് വൺ റെറ്റിനോൾ ഈസ് വൈറ്റമിൻ എ. ഇത് ഒരു വൈറ്റമിൻ എ ആണ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. ആൻഡ് ഇനി റെറ്റിനോളിൽ നമ്മൾ ഈ ആൽക്കഹോളിന് പകരം അതിനെ നമ്മൾ ഒന്ന് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്സിഡൈസ് ചെയ്യാനായിട്ട് നമുക്ക് NADH പ്ലസ് NADH പ്ലസ് H+ കൂടി ചേർത്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് റെറ്റിനാൽ. സോ ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ആകും. സോ CH2OH എന്ന് പറയുന്നത് നമുക്കിവിടെ CHO എന്ന് എഴുതാം. CHO നമുക്ക് ഇങ്ങനെ എഴുതാം, ഡബിൾ ബോണ്ടോ H എന്നിട്ടാൽ കെമിക്കലി കറക്റ്റ് ആണ്, CHO. ഓക്കെ. സോ റെറ്റിനാൽ, ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേര് റെറ്റിനാൽ ആണ്. റെറ്റിനാൽഡിഹൈഡ് എന്നും നമുക്ക് ഇതിനെ വിളിക്കാം. ആൻഡ് ഇതിന്റെ പ്രധാനപ്പെട്ട ആക്ഷൻ എന്ന് പറയുന്നത് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. വിഷനിലാണ് ഇത് ഇമ്പോർട്ടൻറ്റ്. സോ റെറ്റിനാൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ വിഷൻ, ഇമ്പോർട്ടൻറ്റ് ഇൻ വാൾസ് വിഷ്വൽ സൈക്കിൾ. അത് നമുക്ക് പുറകെ പറയാം. സോ റെറ്റിനാലാണ് അപ്പൊ രണ്ടാമത്തെ വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ആൻഡ് റെറ്റിനോളിനെ നമുക്ക് റെറ്റിനാൽ ആക്കാം, റെറ്റിനാലിനെ നമുക്ക് റെറ്റിനോൾ ആക്കാം. സോ ഇന്റർ കൺവേർട്ടബിൾ ആണ് ഇത് രണ്ടും. ഇനി ഈ റെറ്റിനാലിനെ നമ്മൾ വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ആൽഡിഹൈഡ് ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് ആയിട്ടാണ് മാറുക. അപ്പൊ കിട്ടുന്ന എന്തായിരിക്കും? റെറ്റിനോയിക് ആസിഡ് ആണ് നമുക്ക് കിട്ടുക. വ്യത്യാസം CHO എന്നുള്ളത് COOH ആയിട്ട് മാറും. ബാക്കി ഇത്രയും സ്ട്രക്ചർ സെയിം ആണ്. അപ്പൊ ഇതും വൈറ്റമിൻ എ ആണ്. അപ്പൊ മൂന്നാമത്തെ വൈറ്റമിൻ കിട്ടി. ആൻഡ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ ഗ്രോത്തിലാണ്. ഗ്രോത്ത് ആൻഡ് സെൽ ഡിഫറൻസിയേഷനിലാണ് റെറ്റിനോയിക് ആസിഡിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം. സോ ഇത് മൂന്നും റെറ്റിനാൽ ആൻഡ് റെറ്റിനോയിക് ആസിഡ് എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ റെറ്റിനോയിഡ്സ് എന്നാണ് വിളിക്കുക. സോ ദീസ് ആർ retinoids. So these 3 are the vitamins of vitamin A. ഇത് മൂന്നും വൈറ്റമിൻ എ ആണ്. സോ വൈറ്റമിൻ എയുടെ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ വൈറ്റമേഴ്സ് ഓഫ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. സോ വൈറ്റമേഴ്സ് ആർ ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ് ഓർ ഏജന്റ് ഷോ ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ വൈറ്റമേഴ്സ് ആണ് ഇത് മൂന്നും. സോ ദീസ് 3 retinoids are of animal origin. സോ ഇത് മൂന്നും ആനിമൽ ഒറിജിനിൽ നമുക്ക് കിട്ടുന്നതാണ്, ആനിമൽ സോഴ്സിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ എ ആണ്. സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, ചെടികളിൽ നിന്ന് സസ്യാഹാരങ്ങളിൽ നിന്ന് വൈറ്റമിൻ എ കിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നാലാമത്തെ ആളെ പരിചയപ്പെടുത്താം. ദാറ്റ് ഈസ് ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നതാണ് നാലാമത്തെ വൈറ്റമിൻ എ എന്ന് പറയുന്നത്. സോ ഇതൊരു പ്രോ വൈറ്റമിൻ ആണ്. പ്രോ വൈറ്റമിൻ എ എന്ന് പറയാൻ കാരണം ബീറ്റ കരോട്ടിൻ നേരിട്ട് വൈറ്റമിൻ എ അല്ല, പക്ഷേ ബീറ്റ കരോട്ടിൻ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തി, അത് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിയോക്സിജനേസ് വഴി ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2
റെറ്റിനാൽ കിട്ടും എന്നുള്ളതാണ്. സോ ഒറ്റയടിക്ക് നമുക്ക് 2 റെറ്റിനാൽ കിട്ടും എന്നുള്ളതാണ്. സോ ബീറ്റ കരോട്ടിനെ നമുക്ക് എന്നത് 2 റെറ്റിനാൽ അവിടെ ഐസോപ്രനോയിഡ് ഭാഗങ്ങൾ, ഇതാണ് ഐസോപ്രനോയിഡ് ഭാഗം. ഇവിടെ അടുത്ത ഇതേപോലെ ഒരു സ്ട്രക്ചർ ഇപ്പുറത്തും കൂടി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സംഭവം ഇത് കിട്ടും. 4 ഐസോപ്രനോയിഡ് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള 2 റെറ്റിനാലായിട്ട് മാറും. സോ റെറ്റിനാൽ ആയി കഴിഞ്ഞാൽ അത് വൈറ്റമിൻ എ തന്നെയായി. ആൻഡ് ബീറ്റ കരോട്ടിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം ഈസ് ആൻ ആന്റി ഓക്സിഡന്റ് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം. സോ അപ്പോൾ 4 കിട്ടി. ഇത് 4 വൈറ്റമിൻ എയിൽ വരുന്നത്. സോ റെറ്റിനാൽ ഉണ്ട്, റെറ്റിനോൾ ഉണ്ട്, റെറ്റിനോയിക് ആസിഡ് ഉണ്ട്, ആൻഡ് ബീറ്റ കരോട്ടിൽ നിന്ന് നമുക്ക് 2 റെറ്റിനാൽ കിട്ടും. ഇതെല്ലാം കൂടി ചേർന്നതിനെയാണ് നമ്മൾ വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ആൻഡ് ഓൾ ആർ ട്രാൻസ്ഫോം ആണ് എന്ന് കൂടി ഒന്ന് ഓർത്തേക്കുക. സിസ് അല്ല, ട്രാൻസ് ആണ്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വൈറ്റമിൻ എ കിട്ടും? സോഴ്സസ് ഓഫ് വൈറ്റമിൻ എ. അപ്പം നമുക്കറിയാം ആനിമൽ സോഴ്സ് ഉണ്ട് ആൻഡ് ഓൾസോ പ്ലാന്റ് സോഴ്സ്. 2 സോഴ്സിൽ നിന്നാണ് കിട്ടുക. ആനിമൽ സോഴ്സിൽ നമുക്ക് കിട്ടുന്നത് റെറ്റിനോൾ ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഇത് നമുക്ക് കിട്ടുക റെറ്റിനൈൽ എസ്റ്റേഴ്സ് ആണ്. എസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഫാറ്റി ആസിഡായിട്ട് ചേർന്നിരിക്കുകയായിരിക്കും. ആൽക്കഹോൾ പ്ലസ് ആസിഡ് ആണല്ലോ എസ്റ്റർ എന്ന് പറയുന്നത്. സോ ഏറ്റവും കൂടുതൽ റിച്ചസ്റ്റ് സോഴ്സ് ഈസ് ഇൻ ഫിഷ് അല്ലെങ്കിൽ കോഡ് ലിവർ ഓയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഷാർക്ക് ലിവർ ഓയിൽ അതിനകത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദെൻ മിൽക്കിലുണ്ട്, മിൽക്കിനകത്തുണ്ട്. ദെൻ മിൽക്കിനകത്ത് അല്ലാതെ പിന്നെ ബട്ടറിനകത്തുണ്ട്, ഇറച്ചി മീറ്റിനകത്തുണ്ട്, ദെൻ ക്രീമിനകത്തുണ്ട്, ചീസ്, എഗ് യോക്ക്. സോ ഇതിനകത്ത് എല്ലാം വൈറ്റമിൻ എ ധാരാളമായിട്ടുണ്ട്, റെറ്റിനോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്ലാന്റ് സോഴ്സ് പറഞ്ഞാൽ പ്ലാന്റ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പ്ലാന്റിൽ നമ്മൾ പറഞ്ഞു പ്രോ വൈറ്റമിൻ എ അല്ലെങ്കിൽ കരോട്ടിനോയിഡ്സ് ആയിട്ടാണ് ഇരിക്കുന്നത്, ബീറ്റ കരോട്ടിനോയിഡ്സ് ആണ് ഇരിക്കുന്നത്. ആൻഡ് ഇത് ഉള്ളത് ക്യാരറ്റിനകത്ത് ധാരാളമുണ്ട്. ദെൻ മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് നിറമുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ എക്സാമ്പിൾ പപ്പായ എന്ന് പറയുന്നത്, മാംഗോ, ഇതൊക്കെ മഞ്ഞ നിറത്തിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനകത്തെല്ലാം സാധനമുണ്ട്. പംകിൻ, മത്തങ്ങ, പംകിനകത്തുണ്ട്. ദെൻ സ്പിനാച്ച് അല്ലെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനകത്ത് എല്ലാം ധാരാളമുണ്ട്. സോ ദീസ് ആർ ദ ഡയറ്ററി സോഴ്സസ് ഓഫ് വൈറ്റമിൻ എ. അപ്പോൾ നമുക്ക് RDA റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് എത്ര വേണം ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിത് പറയാം റെറ്റിനോൾ ഇക്വലന്റ് എന്നുള്ള കണ്ടീഷനിലാണ് പറയാം. റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ 1 റെറ്റിനോൾ ഇക്വലന്റ് ഈസ് ഈക്വൽ ടു 1 മൈക്രോഗ്രാം ഓഫ് റെറ്റിനോൾ ആണ് നമ്മൾ പറയാ. ഇതിന്റെ ഇക്വലന്റ് ആയിട്ടാണ് നമ്മൾ പറയാ. അപ്പോൾ അത് 2 മൈക്രോഗ്രാം ഓഫ് ബീറ്റ കരോട്ടിൻ വരും എന്ന് കൂടി ഓർക്കുക, കാരണം അതിനകത്ത് 2 കിട്ടുന്നതാണ്. സോ പുരുഷന്മാരിൽ ഒരു 750 to 1000 റെറ്റിനോൾ ഇക്വലന്റ് വേണം. സ്ത്രീകളിലാണെങ്കിൽ ഒരു 750 to 800 റെറ്റിനോൾ ഇക്വലന്റ് ആണ് വേണ്ടത്. സ്ത്രീകൾ തന്നെ ഗർഭിണികളായി കഴിഞ്ഞാൽ ഒരു 1000 വരെ കുറച്ച് കൂടുതൽ റെറ്റിനോൾ ഇക്വലന്റ് വേണം. കുട്ടികളിൽ ഒരു 400 to 600 റെറ്റിനോൾ ഇക്വലന്റ് ആയിരിക്കും വേണ്ടത്. സോ ഇതാണ് റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് ഓഫ് വൈറ്റമിൻ എ. അപ്പോൾ ഇനിയും നമുക്ക് പറയേണ്ടത് ഇതെങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. സോ ഇതെല്ലാം ഫാറ്റ് സോലബിൾ വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. സോ അപ്പോൾ അതിന് ആര് വേണം? ബൈൽ സോൾട്സ് ഫ്രം ലിവർ അത്യന്താപേക്ഷിതമാണ്. എമൾസിഫിക്കേഷൻ നടക്കണം, എന്നിട്ട് വേണം അബ്സോർപ്ഷൻ നടക്കാൻ. സോ ബൈൽ സോൾട്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ പ്ലാന്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്നത് ബീറ്റ കരോട്ടിൻ ആണ്. ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നത് മിസെല്ലൈസ് ആയിട്ട്, ആൻഡ് ഇവിടെ നമുക്ക് ഒരു ഇൻറ്റസ്റ്റൈനൽ സെൽ എങ്ങനെ അങ്ങ് വരച്ചാൽ, സോ ദിസ് ഈസ് സപ്പോസ് ടു ബി ഇൻറ്റസ്റ്റൈനൽ സെൽ. ഓക്കെ, ഇൻറ്റസ്റ്റൈനൽ സെൽസിനകത്തേക്ക് ഇത് അങ്ങ് കടക്കുന്നു. മിസെല്ലായിട്ട് ബീറ്റ കരോട്ടിൻ അകത്തേക്ക് കടക്കുന്നു. അകത്തെത്തിക്കഴിഞ്ഞാൽ ഇത് ഹൈഡ്രോളൈസ് ചെയ്തിട്ട് 2 റെറ്റിനാൽ ആയിട്ട് മാറുന്നു. 2 റെറ്റിനാൽ ആയിട്ട് മാറുന്നു. ദെൻ റെറ്റിനാൽ അതിനുശേഷം റെറ്റിനോൾ ആയിട്ട് സെൽസിനകത്ത് വെച്ചിട്ട് തന്നെ മാറും. അപ്പോൾ അനിമൽ സോഴ്സിൽ നിന്ന് കിട്ടുന്നത് റെറ്റിനാൽ എസ്റ്റേഴ്സ് ആണ്. സം ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് റെറ്റിനോളും ഫ്രീ ഫാറ്റി ആസിഡും, റെറ്റിനോൾ ആകണം, ദെൻ പ്ലസ് ഫ്രീ ഫാറ്റി ആസിഡ് ആവണം. സോ ഇതിന് നമുക്ക് പാങ്ക്രിയാറ്റിക് ഹൈഡ്രോലിറ്റിക് എൻസൈംസ്, സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാങ്ക്രിയാറ്റിക് ഹൈഡ്രോലിറ്റിക് എൻസൈംസിന്റെ സഹായത്തോടു കൂടി ഇതിങ്ങനെയായിട്ട് മാറും. ദെൻ ഇവ മിസെല്ലായിട്ട് സെല്ലിനകത്തേക്ക് കയറും. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബൈൽ ആസിഡ്സ് ആൻഡ് ഫോസ്ഫാറ്റഡ് കോളിനൊക്കെ ലിവറിന് വേണം. ആൻഡ് ഇൻറ്റസ്റ്റൈനൽ സെൽസിൽ അപ്പോൾ ഫ്രീ ഫാറ്റി ആസിഡും കടക്കും എന്ന് നമുക്കറിയാം. സോ ചെടികളിൽ നിന്ന് കിട്ടിയ റെറ്റിനോളും ഇവിടെ നിന്ന് വന്ന റെറ്റിനോളും രണ്ടും വീണ്ടും ഫ്രീ ഫാറ്റി ആസിഡ് കമ്പൈൻ ചെയ്തിട്ട് റെറ്റിനൈൽ എസ്റ്റേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, റെറ്റിനൈൽ എസ്റ്റേഴ്സ് ആയിട്ടാണ്. പിന്നെ നമുക്കറിയാം ഇത് ഫാറ്റ് സോലുബിൾ ആണ്. ഫാറ്റ് സോലുബിൾ ആകുമ്പോൾ നേരെ ലിവറിലേക്കല്ല പോവുക, നമ്മുടെ ലിംഫാറ്റിക്സിലേക്കാണ് പോവുക. ലിംഫാറ്റിക്സിനകത്തേക്ക് പോകണമെങ്കിൽ ആര് പൊതിയണം? കൈലോ മൈക്രോൺസിന്റെ പൊതിഞ്ഞ്. സോ ഇതിനകത്തായിരിക്കും റെറ്റിനൈൽ എസ്റ്റേഴ്സ് ആയിട്ട് പോവുക. സോ ഇവിടെ നിന്ന് ബ്ലഡിലൂടെ അങ്ങനെ പോയി ഹേർട്ടിലൊക്കെ പോയി അവിടെ നിന്ന് ബ്ലഡ് വഴി വീണ്ടും ഫൈനലി ഇറ്റ്
ഇറ്റ് വിൽ റീച്ച് ദ ലിവറിനകത്തേക്ക്. സോ ലിവറിലെത്തുന്നു, ലിംഫാറ്റിക്സ് വഴി ലിവറിലെത്തുന്നു. സോ അബ്സോർഷൻ നടന്നു. സോ ലിവറിലെത്തിയ സംഭവം ഒരു 90% റെറ്റിനൈൽ പാൽമിറ്റേറ്റ്. പാൽമിറ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുമല്ല, ഫാറ്റി ആസിഡ് എസ്റ്റർ ആണ്. പാൽമിറ്റേറ്റ് ആയിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്യുന്നുള്ളതാണ്. ഇനി മറ്റ് ടിഷ്യൂ, ഇപ്പോൾ മസിലോ മറ്റ് ടിഷ്യൂസ് കണ്ണിലേക്കോ അവിടെ ഇവിടെയൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് വീണ്ടും ഇവ ഓൾ ട്രാൻസ് റെറ്റിനോയിക് ആസിഡ് അല്ലെങ്കിൽ റെറ്റിനോൾ ആയിട്ട് മാറും. സോ ബ്ലഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാർ വേണം. അതിൻ്റെ ഒരാളുടെ പേര് റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ ആണ്. സോ RBP വേണം. ഇത് മാത്രം പോരാ, അതിൻ്റെ കൂടെ പ്രീ ആൽബുമിൻ വേണം. പ്രീ ആൽബുമിന് മറ്റൊരു പേരുണ്ട്, ട്രാൻസ് തൈറിൻ എന്നും പേരുണ്ട്. സോ ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ്. സോ റെറ്റിനോയിക് ആസിഡ് അല്ലെങ്കിൽ റെറ്റിനോൾ വേണം, റെറ്റിനൽ ബൈൻഡിങ് പ്രോട്ടീൻ വേണം, പ്രീ ആൽബുമിൻ മൂന്നും കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂസിലേക്ക് ബ്ലഡിലൂടെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ഒരു ലിപ്പോ പ്രോട്ടീൻ കോംപ്ലക്സ് ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ ഒരു വലിയ മോളിക്യൂളായിരിക്കും മൂന്നെണ്ണം കൂടി ചേരുമ്പോൾ. അപ്പോൾ നമ്മുടെ ഗ്ലോമറാൾ ഫിൽട്രേഷൻ വഴി കിഡ്നിയിലേക്ക് ചെന്നാലും ഇത് ബ്ലഡിൽ നിന്ന് പുറത്തേക്ക് പോകത്തില്ല. ഓക്കെ, അതാണ് എൻ്റെ ഒരു ഗുണം. സോ അവസാനം ഇത് ഏത് ടാർഗറ്റ് ടിഷ്യൂലാണ് എത്തേണ്ടത്, അത് ബ്ലഡിലൂടെ എത്തും. ഇപ്പോൾ വൈറ്റമിൻ എ എങ്ങനെ പ്രവർത്തിക്കുന്നു, മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് വൈറ്റമിൻ എ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിസപ്റ്ററിൽ വന്ന് ഒട്ടിച്ചേരുകയാണ്. എന്ത് തരം റിസപ്റ്റർ ആണെന്ന് വെച്ചാൽ ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റേഴ്സിലാണ് ഒട്ടിച്ചേരുക, അല്ലെങ്കിൽ നമുക്കവയെ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ് എന്ന് പറയും. സോ സ്റ്റിറോയിഡ് ഹോർമോൺസ്, കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ഒക്കെ പ്രവർത്തിക്കുന്നത് ഈ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സിലാണല്ലോ. സോ അതിലാണ് ഇവയും പ്രവർത്തിക്കുന്നത്. സോ ടാർഗറ്റ് സെൽ, സോ സപ്പോസ് ദിസ് ഈസ് ടാർഗറ്റ് സെൽ ആണെങ്കിൽ സെല്ലിനകത്തേക്ക് കടന്നെത്തുന്ന ഇവ, സോ ഇറ്റ് ക്യാൻ ബി റെറ്റിനോൾ ആയിരിക്കാം അല്ലെങ്കിൽ റെറ്റിനോയിക് ആസിഡോ വാട്ട് എവർ ഇറ്റ് മേ ബി, അതിവിടെ എത്തുന്നു. സെല്ലിനകത്ത് ബൈൻഡ് ചെയ്യുന്ന ഒരു പ്രോട്ടീനിൽ വന്ന് ബൈൻഡ് ചെയ്യും. സോ സപ്പോസ് ദിസ് ഈസ് ദിസ് ആൻഡ് ദിസ് പ്രോട്ടീൻ അവിടെ ഉണ്ട്, ഇത് സെല്ലിന്റെ ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഇവിടെ ഒരു പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീന്റെ പേരുകളും പറഞ്ഞേക്കാം. ദാറ്റ് ഇസ് CRBP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുലാർ റെറ്റിനോൾ ബൈൻഡിങ് പ്രോട്ടീൻ ആണ്, അല്ലെങ്കിൽ സെല്ലുലാർ റെറ്റിനോയിക് ആസിഡ് CRABP ഉണ്ട്. റെറ്റിനോയിക് ആസിഡ് ആണെങ്കിൽ അതിലായിരിക്കും ബൈൻഡ് ചെയ്യുക. സോ അതിൽ വന്നത് അവിടെ ഒന്ന് ഒട്ടിച്ചേരുന്നു. അത് വന്ന് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒട്ടിച്ചേരേണ്ടത് ന്യൂക്ലിയസ് ആണ്. സോ ന്യൂക്ലിയസ് ഞാൻ വലുതായിട്ട് ഇപ്പുറത്ത് വരയ്ക്കുകയാണ്. ന്യൂക്ലിയസിനകത്ത് നമുക്ക് ഇതാ ഇങ്ങനെ DNA അകത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. സോ ഇവിടെ 2 റിസപ്റ്റേഴ്സ് ഉണ്ട്. 2 റിസപ്റ്റേഴ്സ് ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുകയാണ് ഞാൻ. ആൻഡ് ഒരു റിസപ്റ്റർ, ഇത് വന്ന് ഒട്ടിച്ചേരുന്ന റിസപ്റ്റർ, അതിൻ്റെ പേര് റെറ്റിനോയിക് ആസിഡ് റിസപ്റ്റർ ആണ്. സോ RAR റെറ്റിനോയിക് ആസിഡ് റിസപ്റ്ററിൽ ഇവ വന്നൊട്ടിച്ചേരുന്നു. ഇത് വന്നൊട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി റെറ്റിനോയിഡ് എക്സ് റിസപ്റ്റർ എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ട്. സോ ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു ഡൈമർ ആകും. സോ ന്യൂക്ലിയസിനകത്ത് ഒരു ഡൈമർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നൗ ഇറ്റ്സ് ആക്ട്സ് ലൈക്ക് എ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ അപ്പോൾ അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാകാൻ ഒരു mRNA ഉണ്ടാകും. mRNA റൈബോസോമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പ്രോട്ടീൻ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ദർ മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ ദീസ് ആർ ആക്ടിങ് ത്രൂ ന്യൂക്ലിയർ റിസപ്റ്റേഴ്സ്. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ടത് വൈറ്റമിൻ എയുടെ ബയോകെമിക്കൽ റോൾ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ റോൾ അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിൾ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ എ എന്നാണ് പറയേണ്ടത്. സോ റെറ്റിനാൽ നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടൻറ്റ് ഇൻ വിഷനിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. റെറ്റിനോൾ നമ്മൾ പറഞ്ഞത് റീപ്രൊഡക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. റെറ്റിനോയിക് ആസിഡ് ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഇൻ ഗ്രോത്ത് ആൻഡ് സെൽ ഡിഫറൻസിയേഷനിലാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇമ്മ്യൂണിറ്റിയിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. ദെൻ എപ്പിത്തലൈസേഷൻ, അതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ബീറ്റാ കരോട്ടിൻ നമ്മൾ പറഞ്ഞത് ആൻറ്റി ഓക്സിഡൻ്റ് ആക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി കൊളസ്ട്രോൾ സിന്തസിസ്, അതിനകത്ത് ഫങ്ഷൻ ഉണ്ട്. ട്രാൻസ്ഫെറിൻ സിന്തസിസിലുണ്ട്. ഗ്ലൂക്കോനിയോജെനിസിസോ, ഇങ്ങനെയൊക്കെ പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് കാണാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ, ഫസ്റ്റ് റോൾ ഈസ് ഇൻ വിഷൻ ആണ്. വൈറ്റമിൻ എയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ കണ്ണിലെ റെറ്റിനയിൽ ഉള്ള ഫോട്ടോ റിസപ്റ്റേഴ്സ് ഏതെല്ലാമാണ്? റോഡ്സ് ഉണ്ട്, ദെൻ കോൺസ് ഉണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിനകത്ത് വാൾസ് വിഷ്വൽ സൈക്കിൾ നമ്മൾ ഫിസിയോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെ റോളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, ഡിം ലൈറ്റിൽ നമുക്കറിയാം റോഡ്സ് ആണ് ഇമ്പോർട്ടൻ്റ്. ആൻഡ് ഇതിനകത്തുള്ള പിഗ്മെന്റ് ഈസ് റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. ആൻഡ് കളർ വിഷൻ ഓർ ബ്രൈറ്റ് വിഷൻ, അതിനകത്തുള്ളത് കോണോപ്സിൻ ആണ്. കോണോപ്സിൽ പലതരം ഓപ്സിൻ ഉണ്ട്. ബ്ലൂ കളറിനാണെങ്കിൽ സയനോപ്സിൻ എന്ന് പറയുന്നതാണ്. സോ ദിസ് ഈസ് ഫോർ ബ്ലൂ. ഗ്രീൻ കളറിനാണെങ്കിൽ ഉള്ളത് അയഡോപ്സിൻ ആണ്. അയഡോപ്സിൻ ഫോർ ഗ്രീൻ. ആൻഡ് റെഡ് കളറിന് പോർഫൈറോപ്സിൻ എന്ന് പറയുന്നതാണ് റെഡ് കളറിനുള്ളത്. സോ ദീസ് ഓൾ ആർ ദ ഓപ്സിൻസ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഓപ്സിൻ മാത്രമല്ല, ഓപ്സിനൊപ്പം ഉള്ളത് ലെവൻസിസ് റെറ്റിന
റെറ്റിനാൽ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് വൈറ്റമിൻ എ ആണ് ഇതിനകത്തുള്ളത്. സോ ഓപ്സിനൊപ്പം ഉള്ള 11-6 റെറ്റിനാൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. സോ റോഡ്സിലെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. വെളിച്ചമടിക്കുമ്പോൾ ഇത് ഓപ്സിൻ ആണ്, റോഡ് ഓപ്സിൻ ആണെന്ന് വിചാരിക്കുക. ഇതിൽ 11-6 റെറ്റിനാൽ ഇങ്ങനെ ഇരിക്കുക എന്ന് വിചാരിക്കുക, ഇങ്ങനെ ഇരിക്കുന്നു. സോ 11-6 റെറ്റിനാൽ ആണ്, വെളിച്ചം ഇങ്ങനെ അടിക്കുകയാണ്. അപ്പോൾ ദിസ് വിൽ ബിക്കം 6 റെറ്റിനാൽ പോയി ട്രാൻസ് റെറ്റിനാൽ ആയിട്ട് മാറും, ഇങ്ങനെ നേരെയാകും എന്ന് തൽക്കാലം നമുക്ക് പറയാം. സോ ഐസോമറൈസേഷൻ ആണ് അപ്പോൾ ഇവിടെ നടക്കുന്നത്. ആൻഡ് ഇതിനിടയിൽ പല അൺസ്റ്റേബിൾ ആയിട്ടുള്ള റോഡോപ്സിൻസ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് ബാർത്തോ റോഡോപ്സിൻ ഉണ്ടാകുന്നുണ്ട്. ദെൻ പിന്നുള്ളത് ലുമി റോഡോപ്സിൻ ഉണ്ടാകുന്നുണ്ട്. ദെൻ മെറ്റാ റോഡോപ്സിൻ 1 ഉണ്ടാകും. ദെൻ മെറ്റാ റോഡോപ്സിൻ 2. സോ ഇതാണ് ഫൈനലായിട്ട് ഉണ്ടാകുന്നത്. സോ സിസ് റെറ്റിനാൽ ഐസോമറൈസ് ചെയ്ത് ഇതിൽ നിന്ന് വിട്ടുപോകും. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടുപോകുന്നതിനെ നമ്മൾ ബ്ലീച്ചിങ്, ആദ്യം ഐസോമറൈസേഷൻ ദെൻ ബ്ലീച്ചിങ് നടക്കും. സോ മെറ്റാറോഡോപ്സിൻ ആക്ടിവേറ്റഡ് ആകുന്നു. സോ ഫൈനലി ഇത് മെറ്റാറോഡോപ്സിൻ ആക്ടിവേറ്റഡ് ആകുന്നു. അപ്പോൾ ഇനി 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, വേണ്ടത് ഈ ലൈറ്റ് അടിച്ചത് മെറ്റാറോഡോപ്സിൻ ആയത് ഒരു നെർവ് ഇമ്പൾസ് ആയിട്ട് മാറണം. സോ ഇതാണ് ഫോട്ടോ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതാണ് രണ്ടാമത്. തീർച്ചു പോയ 11-6 റെറ്റിനാൽ അല്ലെങ്കിൽ അതിപ്പോൾ ട്രാൻസ് ആയി അത് വീണ്ടും പഴയ രൂപത്തിൽ 11-6 റെറ്റിനാൽ ആയിട്ട് മാറുക എന്നുള്ളതാണ്. സോ അതിന് നമ്മൾ റീജനറേഷൻ. സോ 2 കാര്യങ്ങൾ നടക്കണം ഇവിടെ. ആൻഡ് ഈ റീജനറേഷൻ കണ്ണിൽ വെച്ച് നടക്കാം. ദാറ്റ് ഈസ് ഇറ്റ് സെൽഫ് ഇൻ ദ റെറ്റിനയിൽ വെച്ച് നടക്കാം. റെറ്റിനൽ ഐസോമറൈസ് എന്ന് പറയുന്ന എൻസൈം വഴി നടക്കാം. പിന്നെ ഈ സംഭവം ബ്ലഡിലൂടെ അങ്ങ് പോയി നമ്മുടെ ലിവറിനകത്തേക്ക് എത്തുന്നുണ്ട്. ലിവറിനകത്തുണ്ട് റെറ്റിനോൾ ഐസോമറൈസ് ഉണ്ട്. ആൻഡ് അവിടെ വെച്ചിട്ട് 11-6 റെറ്റിനാലായിട്ട് വീണ്ടും മാറുന്നു. ആൻഡ് അങ്ങനെയും ഓൾ ട്രാൻസ് റെറ്റിനാൽ അതിനുശേഷം അത് വീണ്ടും 11-6 റെറ്റിനാലായിട്ട് കണ്ണിലേക്ക് എത്തുന്നു. സോ അതാണ് റീജനറേഷൻ. നമ്മളെ സംബന്ധിച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഇത് ന്യൂറോണൽ സിഗ്നൽ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡോപ്സിൻ എന്ന് പറയുന്നത് റോഡോപ്സിൻ ആണെങ്കിൽ സോ ദിസ് എ ജി പ്രോട്ടീൻ കപ്പിൾ റിസെപ്റ്റർ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ആൽഫ, ബീറ്റ, ഗാമ ഇങ്ങനെ 3 സംഭവങ്ങളുണ്ട്. ഞാൻ കൃത്യമായിട്ടൊന്നുമല്ല വരച്ചിരിക്കുന്നത്. സോ ഇത് ആക്ടിവേറ്റഡ് ആകുന്നതാണ് റോഡോപ്സിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് നിയന്ത്രിക്കുന്നത് സൈക്ലിക് GMPയുടെ അളവാണ്. സൈക്ലിക് GMPയുടെ അളവ് നിയന്ത്രിക്കാൻ സൈക്ലിക് GMP ഫോസ്ഫോഡൈഎസ്റ്ററേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ കൺട്രോൾ ചെയ്താൽ മതി. സോ സൈക്ലിക് GMP ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ ഇവിടെയുള്ള സെല്ലിനകത്ത് സോഡിയം ചാനൽ ഇങ്ങനെ തുറന്ന് അകത്തേക്ക് സോഡിയം കയറും എന്നുള്ളതാണ്. സോ അപ്പോൾ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകും. പക്ഷെ ലൈറ്റ് അടിക്കുമ്പോൾ മെറ്റാറോഡോപ്സിൻ 2 ആയി കഴിയുമ്പോൾ ഈ സൈക്ലിക് GMP ഫോസ്ഫോഡൈഎസ്റ്ററേസിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ സൈക്ലിക് GMPയുടെ അളവ് ഡിക്രീസ്ഡ് സൈക്ലിക് GMP ആയിട്ട് മാറും. സോ സൈക്ലിക് GMP ഇവിടെ ഒന്ന് ഒട്ടിപ്പിടിക്കുമ്പോഴായിരുന്നു സോഡിയം അകത്തേക്ക് കയറുന്നത്. പക്ഷെ ഇപ്പോൾ സൈക്ലിക് GMPയുടെ അളവ് കുറയുമ്പോൾ സോഡിയം അകത്തേക്ക് കയറൽ കുറയും എന്നുള്ളതാണ്. സോ സെൽ വിൽ ബിക്കം ഹൈപ്പർ പോളറൈസ്ഡ് ആയിട്ട് മാറും. സോ ഇതുവഴി അപ്പം നടക്കുന്നത് ഒരു ന്യൂറോണൽ സിഗ്നലിംഗ് നടക്കും. സോ ലൈറ്റ് അടിച്ച് അവസാനം ഒരു ന്യൂറോണൽ സിഗ്നൽ ആയിട്ട് കണ്ണിൽ നടക്കുന്നതാണ്, ബ്രെയിനകത്തേക്ക് പോകുന്നതാണ്. സോ ഇതിനപ്പോൾ വേണ്ടത് 11-6 റെറ്റിനാൽ ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ കാഴ്ചയിൽ ഇതാണ് വൈറ്റമിൻ എയുടെ റോൾ. കാഴ്ചയുടെ ഫിസിയോളജി നമ്മൾ ഫിസിയോളജി വീഡിയോയിൽ കൃത്യമായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ ഇവിടെ. അപ്പോൾ വൈറ്റമിൻ എ കുറഞ്ഞാൽ എന്ത് പറ്റും? വിഷൻ ഇൻ ഡിം ലൈറ്റ് കുറയും. സോ ഡിം ലൈറ്റിൽ വിഷൻ കുറയും എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഡാർക്ക് അഡാപ്റ്റേഷൻ ടൈം അതും വർദ്ധിക്കും എന്നുള്ളതാണ് കണ്ണിൽ സംഭവിക്കുക. ഇനി രണ്ടാമത്തെ റോൾ ഗ്രോത്ത് ആൻഡ് സെല്ലുലാർ ഡിഫറൻസിയേഷൻ ആണ്. ഇത് നമ്മൾ മെക്കാനിസം ഓഫ് ആക്ഷനിൽ പറഞ്ഞ് ന്യൂക്ലിയർ റിസെപ്റ്റേഴ്സ് വഴി വിവിധ തരം സ്പെസിഫിക് പ്രോട്ടീൻ ഉണ്ടാകും. ഇത് സെൽ ഡിഫറൻസിയേഷന് സഹായിക്കും. സോ അതിന് ഇപ്പോൾ എവിടെയെല്ലാം റോൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഈസ് ഇൻ എംബ്രിയോജനസിസിൽ ഇതിന് ആദ്യഘട്ടത്തിലൊക്കെ ഇത് പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. രണ്ടാമത്തത് ഇൻ ജേം ലെയേഴ്സ് അതിൻ്റെ ഡിഫറൻസിയേഷന് പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. ഓർഗാനോജനസിസിൽ അല്ലെ കുട്ടിയിൽ ഓർഗൻസ് ഒക്കെ ഉണ്ടാകുന്നതിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. 3 എല്ലുകളുടെയും കാർട്ടിലേജിൻ്റെയൊക്കെ മ്യൂക്കോപോളിസാക്കറൈഡ്സ് അതിനകത്ത് സൾഫേഷൻ നടക്കണം. സൾഫേറ്റ് പിടിപ്പിക്കാൻ അതിൽ നടക്കാൻ ഇത് വേണം. സോ അപ്പോൾ ബോൺ ഫോർമേഷനും ഇതിന് വൈറ്റമിൻ എക്ക് പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. ഇനി മൂന്നാമത്തത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ സ്പെർമാറ്റോജനസിസ്. സോ ഇതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വൈറ്റമിൻ എ വേണം. ഫീറ്റൽ റിസോപ്ഷൻ തടയാൻ വൈറ്റമിൻ എ വേണം. എംബ്രിയോജനസിസിലെ ജീൻസ് എല്ലാം കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ RXRും RARും കൂടി കൂടിച്ചേരണം. സോ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണെന്ന് പറഞ്ഞു. സോ അപ്പോൾ വൈറ്റമിൻ എ ഇല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് അവിടെ നടക്കുക. അപ്പോൾ ബീറ്റ കരോട്ടിൻ
കരോട്ടിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിന് എയ്റോബിക് കണ്ടീഷനിൽ പെറോക്സൈൽ, ബീറ്റ കരോട്ടിന്റെ കാര്യമാണ്, പെറോക്സൈൽ അല്ലെങ്കിൽ അതർ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ, ക്വെഞ്ച് ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. സോ ഇറ്റ്സ് എ നാച്ചുറൽ ആന്റി ഓക്സിഡന്റ് ആയിട്ടാണ് അതിന്റെ റോൾ എന്ന് പറയുന്നത്. ഇനി പലതും ഇത് ലങ് ക്യാൻസർ ഒക്കെ തടയുന്നതിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ടെന്ന് പറയുന്നു. ലങ് ക്യാൻസർ മാത്രമല്ല, സ്കിൻ ക്യാൻസർ തടയാനും റോൾ ഉണ്ട്, പലവിധ ഹൃദയരോഗങ്ങൾ തടയുന്നതിൽ റോൾ ഉണ്ട്. സോ ബീറ്റ കരോട്ടിൻ കഴിക്കുന്നവരിൽ ഇത്തരം രോഗങ്ങൾ കുറവായിട്ട് കാണുന്നുണ്ട്. ആൻഡ് മൂന്നാമത്തത് കണ്ണിൽ കാറ്ററാക്ട് പ്രിവെൻഷനും ദിസ് ബീറ്റ കരോട്ടിൻ ഹാസ് എ റോൾ. ഇനി ഇമ്മ്യൂണോളജിക്കലി ഇതിന് റോൾ ഉള്ളത് ടി സെൽസിന് നമുക്കറിയാം റെഗുലേറ്ററി ടി സെൽസ് ഉണ്ട്. സോ റെഗുലേറ്ററി ടി സെൽസ് കൃത്യമായിട്ട് മാറുന്നതിന് ഡിഫറൻസിയേഷന് നമുക്ക് വൈറ്റമിൻ എ വേണം. സോ വൈറ്റമിൻ എ കുറഞ്ഞാൽ ഹീമോപോയിറ്റിക് സ്റ്റെം സെൽസിന്റെ അളവ് കുറയും, എണ്ണം കുറയും എന്നുള്ളതാണ്. സോ ഇറ്റ് ഹാസ് എ റോൾ ഇൻ ഇമ്മ്യൂണിറ്റിയിൽ പ്രധാനപ്പെട്ട റോൾ വൈറ്റമിൻ എക്ക് ഉണ്ട്. പിന്നെ വൈറ്റമിൻ എയുടെ അടുത്ത റോൾ ഇൻ സ്കിൻ ആൻഡ് എപ്പിത്തീലിയത്തിലാണ്. സ്കിന്നിലും എപ്പിത്തീലിയത്തിലും ഇതിന് പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. സോ ലെവൻസിസ് റെറ്റിനാൽ എന്ന് പറയുന്നത് കെരാറ്റിൻ ഉണ്ടാവുന്നത് തടയുന്ന സംഭവം, കെരാറ്റിനൈസേഷൻ തടയും. സോ അപ്പോൾ വൈറ്റമിൻ എ കുറഞ്ഞാൽ എന്ത് പറ്റും? വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്ന്, റെസ്പിറേറ്ററി മ്യൂക്കോസ, GI മ്യൂക്കോസ, ജെനിറ്റോഡ് യൂറിനറി ട്രാക്ട്, ഇവിടേക്കുള്ള എപ്പിത്തീലിയൽ സെൽസ് വിൽ ബിക്കം കെരാറ്റിനൈസ്ഡ്. തടയലായിരുന്നു പണി, അപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സെല്ലുകൾ കെരാറ്റിനൈസ്ഡ് ആകും, ഓർ കെരാറ്റിനൈസേഷൻ ഓഫ് സെൽസ് നടക്കും എന്നുള്ളതാണ്. ഇനി മ്യൂക്കസ് ഉണ്ടാക്കാൻ ഗ്ലൈക്കോപ്രോട്ടീൻ സിന്തസിസിന് വൈറ്റമിൻ എ വേണം. സോ മ്യൂക്കസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എപ്പിത്തീലിയൽ സെൽസ് വിൽ ബിക്കം ഡ്രൈ ആകും, ഇമ്മ്യൂണിറ്റി കുറയും, പലതരം ഇൻഫെക്ഷനും പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ കുറയും. ഇനി മറ്റ് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞത് ട്രാൻസ്ഫെറിൻ എന്ന് പറയുന്നതിന്റെ സിന്തസിസിന് ഇത് വേണം. വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ അഡ്രീനൽ കോർട്ടക്സിലെ സെല്ലുകൾ നശിക്കുമ്പോൾ അതിൽ നിന്ന് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കുറവായിരിക്കും. കോർട്ടിസോൾ ഇല്ലെങ്കിൽ ഗ്ലൂക്കോനിയോജെനിസിന്റെ അളവ് നടക്കില്ല, അല്ലെങ്കിൽ കുറയും എന്നുള്ളതാണ്. ഇനി കൊളസ്ട്രോൾ സിന്തസിസിൽ വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്ന മെവലോണൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് മെവലോണൈറ്റ് കോ എൻസൈം ക്യൂ ആയിട്ട് മാറുന്ന സ്റ്റെപ്പിനകത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ നടക്കും. സോ അപ്പോൾ കൊളസ്ട്രോൾ സിന്തസിസിന് പകരം മെവലോണൈറ്റിൽ നിന്ന് കോ എൻസൈം ക്യൂ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, സാധാരണ 2 to 3 മാസം വരെ വൈറ്റമിൻ എ കിട്ടിയില്ലെങ്കിലും ലിവർ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് അവസരം കയറും. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രശ്നം കണ്ണിലാണ്, ഐയിലാണ് പ്രധാനപ്പെട്ട പ്രശ്നം, കാഴ്ചയിലാണ്, വിഷനിലാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ പറഞ്ഞു നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകാം, അല്ലെങ്കിൽ സീറോപ്താൽമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകും. സോ നൈറ്റ് ബ്ലൈൻഡ്നെസ്, മറ്റ് കണ്ടീഷൻസ് ഉണ്ട്, അതെല്ലാം ഞാൻ പറയാം. സോ നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിക്ടലോപ്പിയ, രാത്രിയിലെ കാഴ്ച കുറയുന്നു, ഡിക്രീസ് നൈറ്റ് വിഷൻ ആണ്. അപ്പോൾ റോഡോപ്സിൻ റെറ്റിനാലിനകത്ത് ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം സീറോപ്താൽമിയാണ്. സീറോപ്താൽമിയയിൽ ഉണ്ടാകുന്ന ഗോബ്ലെറ്റ്സ്, മ്യൂക്കസ് ഉണ്ടാകുന്ന ഗോബ്ലെറ്റ് സെൽസ് കുറഞ്ഞ് ഡ്രൈനസ്, കണ്ണിന്റെ ഡ്രൈനസ് ആണ് സീറോപ്താൽമിയ എന്ന് പറയുന്ന പ്രശ്നം. ആൻഡ് മൂന്നാമത്തെ പ്രശ്നം ഈസ് ബൈറ്റോട്ട് സ്പോട്സ് ഉണ്ടാകലാണ്. ബൾബാർ കൺജങ്ക്റ്റീവ എന്ന് വെച്ചാൽ ഇത് കണ്ണാണെങ്കിൽ ഇവിടെ ഈ വെളുത്തിരിക്കുന്ന സ്ക്ലീറ ആ ഭാഗത്തായിട്ട് അവിടെ ഒരു ഇലവേറ്റഡ് ആയിട്ട് തടിച്ചു നിൽക്കുന്ന ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള പ്രൊജക്ഷൻ ആണ് ബൈറ്റോട്ട് സ്പോട്സ് എന്ന് പറയുന്നത്. സോ ഇത് വൈറ്റമിൻ എ കുറയുമ്പോൾ കണ്ണിലത് മ്യൂക്കസ് പോലത്തെ ഭാഗമായിരുന്നു, അത് കെരാറ്റിനൈസ്ഡ് ആവുന്നത് മൂലമാണ് ഇങ്ങനെ കണ്ണിൽ തടിപ്പ് വരുന്നത്. ആൻഡ് ഈ 3 കാര്യവും വൈറ്റമിൻ എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു മാറ്റിയെടുക്കാം. ദാറ്റ് ഈസ് റിവേഴ്സിബിൾ കണ്ടീഷൻ ആണ് ഇത് 3 എന്നുള്ളതാണ്, കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ ആണ്. ഇനി സീറോപ്താൽമിയ നമുക്ക് വിവിധ തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. ആദ്യത്തേത് സീറോപ്താൽമിയ N ആണ്. ഇവിടെ നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ട് ആൻഡ് ഇൻക്രീസ്ഡ് ഡാർക്ക് അഡാപ്റ്റേഷൻ ടൈം, അത്രയേ ഉള്ളൂ. അത് കുട്ടികളിലാണ്. സോ അതാണ്. പിന്നെ ഉള്ളത് X1A ആണ്. X1A എന്ന് പറഞ്ഞാൽ കൺജങ്ക്റ്റൈവ ഡ്രൈ ആണ്, കൺജങ്ക്റ്റൈവൽ സീറോസിസ് ഉണ്ട് എന്നുള്ളതാണ്. X1B കണ്ടീഷൻ, ഇത് WHO ക്ലാസിഫിക്കേഷൻ ആണ്, WHO ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. ഇത് ബൈറ്റോട്ട് സ്പോട്സ് കാണുന്ന കണ്ടീഷനാണ് ഇത്. ഇതിന്റെ X2 അടുത്തത് X2 ആണ്. X2 ആകുമ്പോഴത്തേക്കും സീറോസിസ് ഉണ്ട്. സീറോസിസ് നൗ ഇൻ കോർണിയനെ ബാധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അടുത്ത കണ്ടീഷൻ X3 ആണ്, സീറോപ്താൽമിയ. X3A കോർണിയയിൽ ഇപ്പോൾ അൾസറേഷൻ, അവിടെ മുറിവ് വന്നു തുടങ്ങി. ആൻഡ് കെരാറ്റോമലേഷ്യ എന്ന് പറയുന്ന കെരാറ്റോമലേഷ്യ ഫുള്ളായിട്ടുള്ള <1/3 കണ്ടീഷനാണ് ഉള്ളത്. ആൻഡ് X3 തന്നെ X3B കെരാറ്റോമലേഷ്യ ഇപ്പോൾ 1/3
1/3 കൂടുതൽ, മോർ ദാൻ 1/3 ഓഫ് ദ ഐ, അതിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് XS ആണ്, അത് കോർണിയൽ, അപ്പോൾ സ്കാർ വന്നു എന്നുള്ളതാണ് ഈ കണ്ടീഷൻ. ആൻഡ് അടുത്ത കണ്ടീഷൻ XF ആണ്, ദാറ്റ് ഈസ് സീറോഫ്താൽമിക് ഫണ്ടസ്. സീറോഫ്താൽമിക് ഫണ്ടസ് ആയിട്ട് മാറുന്നു. സോ ഇതാണ് സീറോഫ്താൽമിയുടെ വേരിയസ് ക്ലാസിഫിക്കേഷൻ, WHO പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ആൻഡ് അപ്പോൾ നാലാമത്തെ ബൈറ്റോട്ട് സ്പോർട്സും സീറോഫ്താൽമിയും കഴിഞ്ഞു. അപ്പോൾ ഇനി നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കെരാറ്റോ മലേഷ്യ എന്ന് പറയുന്ന കണ്ടീഷൻ നാലാമത്തെ കണ്ടീഷനാണ്. സിവിയർ ഫോം ആണ്. ദാറ്റ് മീൻസ് ഇവിടെ മോർ ദാൻ 1/3 സീറോഫ്താൽമിയ കഴിഞ്ഞു, 1/3 ഓഫ് ദ കോർണിയ എഫക്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് ക്യാൻ ലീഡ്സ് ടു ടോട്ടൽ ബ്ലൈൻഡ്നെസ്. ആൻഡ് ദിസ് ഈസ് ഇറിവേഴ്സിബിൾ ആണ്, റിവേഴ്സിബിൾ അല്ല. ഇത് മൂന്നും വരെ ഇറിവേഴ്സിബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ഇനി അപ്പോൾ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിനിൽ ഹൈപ്പർ കെരാറ്റിനൈസേഷൻ വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സ്കിൻ വിൽ ബിക്കം ഡ്രൈ ആകും, സ്കിൻ ഡ്രൈ ആകും. ആൻഡ് മുഖത്ത് മുഖക്കുരു, ആക്നി വരാം. അതുകൊണ്ടാണ് നമ്മൾ ട്രെറ്റ്നോയിനൊക്കെ പറ്റുന്നത്. മൂത്രത്തിൽ കല്ല് വരാം, യൂറിനറി കാൽക്കുലൈ ഉണ്ടാകാം എന്നുള്ളതാണ്. അതും കെരാറ്റിനൈസേഷൻ മൂലമാണ്. ബിക്കോസ് ഓഫ് ദിസ് യൂറിനറി ട്രാക്ട് എപ്പിത്തീലിയം. ദെൻ ഡയറിയർ ഡിസീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരാം. ഇനി ഗ്രോത്ത് റിട്ടാർഡേഷൻ വരാം. ഗ്രോത്ത് റിട്ടാർഡേഷൻ വരും കുട്ടികളിൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു സിംഗിൾ ഡോസ് ഓഫ് വൈറ്റമിൻ എ, ഒറ്റ ഒരു ഡോസ് വൈറ്റമിൻ എ 1 വയസ്സിൽ താഴെ, ലെസ് ദാൻ 1 സിംഗിൾ ഡോസ് ഓഫ് വൈറ്റമിൻ എ അങ്ങോട്ട് നമ്മൾ പ്രൊഫൈലാറ്റിക് ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ബ്ലൈൻഡ്നെസ് തടയാനും പറ്റും, ഗ്രോത്ത് റിട്ടാർഡേഷൻ കുറയാൻ. ഗ്രോത്ത് റിട്ടാർഡേഷൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോൺട്രോയിറ്റിൻ സൾഫേറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാത്തത് മൂലമായിരുന്നു. സോ അതുമൂലമാണ് ഗ്രോത്ത് റിട്ടാർഡേഷൻ. സോ ഇതിന് രണ്ടിനും കൂടി കൊടുക്കുന്നതാണ് നമ്മുടെ വൈറ്റമിൻ എ ഒരു സിംഗിൾ ഡോസ്. ഇനി ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി ഉണ്ടാകാം എന്ന് പറഞ്ഞു. പുരുഷന്മാരിലുണ്ടാകാം. സ്ത്രീയിലാണെങ്കിൽ വജൈനൽ എപ്പിത്തീലിയം വിൽ ബിക്കം കോർണിഫൈഡ് ആകുന്നു. കോർണിഫിക്കേഷൻ ഓഫ് വജൈനൽ എപ്പിത്തീലിയം വരാം. ഇനി വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഡോസും കൂടി പറഞ്ഞു നിർത്താം. 15 to 60 മില്ലിഗ്രാം ദിവസം. ഒരു 15,000 to 60,000 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്. അങ്ങനെ നമ്മൾ ഓർലി ഒരു 4 to 6 months 1 to 6 months ഒക്കെ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ എയുടെ തെറാപ്യൂട്ടിക് യൂസസ്. അങ്ങനെയൊക്കെയുള്ള ട്രെറ്റിനോൻ, അങ്ങനെയൊക്കെയുള്ള ധാരാളം മരുന്നുണ്ട്, ഓൾ ട്രാൻസ് റെറ്റിനോയിക് ആസിഡ് അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പുറകെ മറ്റു വീഡിയോയിൽ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.